നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായ വാർത്തയാണ് അയോധ്യയിലെ സംഭാവന കൊള്ള. അയോധ്യയിൽ സംഭാവനയായി ലഭിച്ച പണവും മറ്റ് അമൂല്യ വസ്തുക്കളുമെല്ലാം ഏതാനും ചില ജീവനക്കാർ ചേർന്ന് അടിച്ചുമാറ്റി എന്നതായിരുന്നു കേസ്. വളരെ ലളിതമായ ഒരു കേസായിരുന്നു. പക്ഷേ ഇതിനെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയമായി വിനിയോഗിക്കുകയും ഇത് വലിയ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഈ അയോധ്യയുടെ നിർമ്മാണവും അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനവുമെല്ലാം നടക്കുന്നത് അയോധ്യയിലെ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര എന്ന പേരിലുള്ള ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെല്ലാം തന്നെ മുതിർന്ന RSS പ്രചാരകന്മാരും അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകളുടെ നേതാക്കന്മാരുമൊക്കെയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും അയോധ്യയിലെ ഈ സംഭാവന കൊള്ള ഏറ്റെടുത്തുകൊണ്ട് വലിയ രാഷ്ട്രീയ പ്രചരണം നടത്തിയത്. ഈ കഴിഞ്ഞ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പോലും അയോധ്യയിലെ ഈ തട്ടിപ്പ് വിഷയമാക്കി പ്രതിപക്ഷം പ്രക്ഷോഭത്തിന് ശ്രമിച്ചിരുന്നു. ഇതെല്ലാം വലിയ രാഷ്ട്രീയ വിഷയമായതോടുകൂടി ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായ് രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. ചമ്പത് റായ് മുതിർന്ന സംഘപ്രചാരകനാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വന്തമായി ഒന്നുമില്ലാത്ത കുടുംബമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബാങ്ക് ബാലൻസോ ഒന്നും തന്നെ ഇല്ലാത്ത വളരെ ലളിതമായ ഒരു മനുഷ്യനാണ് ഈ ചമ്പത് റായ്. ചമ്പത് റായ്ക്ക് 1 രൂപ പോലും അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്നും കക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും ചമ്പത് റായിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില ആരോപണങ്ങൾ ഉയർന്നു. BJPക്കെതിരെയും RSSനെതിരെയും ആയുധമാക്കാൻ കഴിയുന്ന ആരോപണമാണ് എന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചമ്പത് റായി തൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. വർഷങ്ങൾ നീണ്ട തൻ്റെ പൊതുജീവിതത്തിൽ അല്ലെങ്കിൽ രാഷ്ട്ര സേവനത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. അഴിമതി തൻ്റെ വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യുമെന്ന് ചമ്പത് റായി അന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ചമ്പത് റായിയും അതുപോലെ തന്നെ അനിൽ മിശ്രയുമെല്ലാം കുറ്റവിമുക്തനാവുകയാണ്. ചമ്പത് റായിയെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഈ അയോധ്യയിലെ ഈ സംഭാവന കൊള്ള അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിൽ ചമ്പത് റായി കുറ്റക്കാരനല്ല. ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തായിരുന്നു ചമ്പത് റായിയുടെ രാജി. പക്ഷേ ചമ്പത് റായിയെ പോലെയുള്ള മുതിർന്ന ട്രസ്റ്റ് അംഗങ്ങൾക്ക് ഈ അട്ടിമറിയിൽ യാതൊരു പങ്കുമില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ലക്നൗ ഡിവിഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘമാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ഈ അയോധ്യയിലെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. എന്നാൽ അവിടെ ചില ലൂപ്പ് ഹോളുകൾ, അതായത് ചില പഴുതുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഈ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഏതാനും ചില ജീവനക്കാർ അവിടെ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. അതിൽ ഒരാൾ ചമ്പത് റായിയുടെ ഡ്രൈവറാണ് എന്ന പ്രചരണം നടത്തിക്കൊണ്ടാണ് കേരളത്തിലടക്കമുള്ള ചില മാധ്യമങ്ങൾ ചമ്പത് റായിയെ കുടുക്കാൻ ശ്രമിച്ചത്. എന്നാൽ ചമ്പത് റായിക്ക് വാഹനമോ ഡ്രൈവറോ ഒന്നും തന്നെ ഇല്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ചമ്പത് റായിയെ കൊടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം പൊളിയുകയായിരുന്നു. BJPയും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് സർക്കാരുമെല്ലാം അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. രാമക്ഷേത്രത്തിൽ നിന്നും പണം കട്ടവന്മാരെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. അങ്ങനെയാണ് ഇപ്പോൾ പാലും വെള്ളവും വേർതിരിച്ചു മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ കുറ്റക്കാരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ജയിലിൽ കിടക്കുന്നവരെല്ലാം, സംഭാവന കൊള്ളക്കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരെല്ലാം ഇവിടെ തട്ടിപ്പ് നടത്തിയവരാണ്. അവരാരും തന്നെ ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളോ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവരോ അല്ല. അവിടെ ലഭിക്കുന്ന സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏതാനും ചില ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അയോധ്യയിൽ വരുന്ന സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി മാത്രം ഏതാനും ചില ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തിരുന്നു. അവരെ റിക്രൂട്ട് ചെയ്തത് ഒരു സ്വകാര്യ റിക്രൂട്ടിംഗ് കമ്പനി വഴിയാണ്. ആ സ്വകാര്യ റിക്രൂട്ടിംഗ് കമ്പനി തന്നെ, ആ കമ്പനിയുടെ മേധാവി തന്നെ കൃത്യമായി നടന്നത് എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇത്ര ആളുകളെ വേണമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ അതനുസരിച്ച് ഈ സംഭാവന എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഏതാനും ചില ഉദ്യോഗാർത്ഥികളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി അയോധ്യയിൽ നിയമിച്ചു.
അവരിൽ ചില ആൾക്കാരാണ് ഈ സംഭാവനകൾ കട്ടെടുത്ത് അവിടെയുള്ള ആളൊഴിഞ്ഞ പ്രദേശത്തേക്കും ശുചിമുറിയിലേക്ക് മാറ്റിയതും പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയതും. എന്തായാലും ഇങ്ങനെ ഒരു കൊള്ള നടത്താനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ട്രസ്റ്റ് ബോർഡിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. സത്യസന്ധമായി കാര്യങ്ങൾ നടക്കുമെന്നും സുതാര്യമായി തന്നെ സംഭാവനകൾ എണ്ണി തിട്ടപ്പെടുത്തി ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് പോകുമെന്നുമൊക്കെയാണ് ട്രസ്റ്റ് ബോർഡ് ധരിച്ചത്. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട് ചെയ്ത ഏതാനും ചില ജീവനക്കാർ ആ വിശ്വാസം കളഞ്ഞുകുടിച്ചു. അവരാണ് ഈ തട്ടിപ്പ് നടത്തിയത്. അവർ അകത്താവുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ മേലിൽ ഉന്നത അന്വേഷണം നടന്നിരിക്കുന്നു. ആ അന്വേഷണത്തിൽ ഈ പ്രതിപക്ഷം ആരോപിച്ച വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉപാധ്യക്ഷനായിട്ടുള്ള ചമ്പത് റായി അടക്കമുള്ളവർ നിരപരാധികളാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ചമ്പത് റായിയെ നേരത്തെ തന്നെ RSSും വിശ്വ ഹിന്ദു പരിഷത്തുമെല്ലാം പിന്തുണച്ചിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ ഉപാധ്യക്ഷൻ എന്ന പദവിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കണമെന്ന ആവശ്യം വന്നപ്പോഴും ചമ്പത് റായി നിരപരാധിയാണെന്നും അദ്ദേഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സ്വന്തം പദവിയിൽ നിന്നും രാജി നൽകിയതെന്നും അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കുമെന്നും അന്വേഷണം നടക്കട്ടെ എന്നുമൊക്കെയായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നിലപാട്. അവർ ഒരു കാരണവശാലും ഈ ചമ്പത് റായിയെ കൈവിട്ടിരുന്നില്ല. മുതിർന്ന സ്വയം സേവകനാണ് അദ്ദേഹം. രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാമജന്മഭൂമി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സമരങ്ങളിലെല്ലാം തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഒഴിഞ്ഞുവെച്ച ഒരു പൊതുപ്രവർത്തകനാണ് ചമ്പത് റായി. ഒടുവിൽ സുപ്രീം കോടതി രാമക്ഷേത്രം നിർമ്മിക്കപ്പെടണമെന്നും അതിനൊരു ട്രസ്റ്റിനെ രൂപം കൊടുക്കണമെന്നും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയപ്പോൾ, അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടായപ്പോൾ ചമ്പത് റായി അല്ലാതെ അതിൻ്റെ തലപ്പത്തിരിക്കാൻ മറ്റൊരു പേര് സർക്കാരിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതെല്ലാം കൃത്യമായി തന്നെ ക്ഷേത്ര നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമെല്ലാം കൃത്യസമയത്ത് വളരെ കൃത്യമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചമ്പത് റായിയുടെ നേട്ടമായിരുന്നു. എന്തായാലും ആ ഒരു നേട്ടത്തിൽ ലോകം മുഴുവൻ അതിശയത്തോടുകൂടി നോക്കി നിന്ന ഒരു ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ബോർഡിന്റെ തലപ്പത്ത് നിന്നും ചെറിയ നിസ്സാരമായ ആരോപണങ്ങളുടെ പേരിലാണ് അദ്ദേഹം രാജിവെച്ച് പുറത്തുപോയത്. ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളുടെ ഗൂഢാലോചനയ്ക്ക് വിധേയനായ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളുടെ ഗൂഢാലോചനയ്ക്ക് ഇരയാകേണ്ടി വന്ന ചമ്പത് റായി ഇപ്പോൾ പൂർണ്ണമായും കുറ്റവിമുക്തനായിരിക്കുന്നു.